ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. RSS ശാഖയിൽ ലൈംഗിക ചൂഷണം നേരിട്ടുവന്ന കുറിപ്പെഴുതിയ ശേഷം ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള മരണമൊഴി പുറത്ത്. വീടിനടുത്തുള്ള നിതീഷ് മുരളീധരൻ എന്നയാളാണ് കുട്ടിക്കാലത്ത് തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയത്. കേസ് അന്വേഷണത്തിലെ നിർണായക തെളിവായ വീഡിയോ ദൃശ്യം പോലീസ് പരിശോധിച്ചു. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ എന്നാണ് തമ്പാനൂർ പോലീസ് അറിയിച്ചത്. അതേസമയം വീഡിയോയിൽ പരാമർശിക്കുന്ന നിതീഷ് മുരളീധരനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ഞാനൊരു വിക്ടിമാണ്, ആക്ച്വലി ഒരു റേപ്പ് വിക്ടിം. എനിക്കൊരു 3-4 വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ എന്നെ കണ്ടിന്യൂസ്ലി സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് സെപ്റ്റംബർ 14-നാണ് അനന്തു അജി തന്റെ മരണമൊഴി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മരണശേഷം സുഹൃത്തുക്കൾക്ക് കാണാനായി ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത രീതിയിലായിരുന്നു വീഡിയോ. കുട്ടിക്കാലത്ത് തന്നെ ലൈംഗിക ചൂഷണം ചെയ്തത് വീടിനടുത്തുള്ള നിതീഷ് മുരളീധരനാണെന്നാണ് ദൃശ്യങ്ങളിലെ പ്രധാന ആരോപണം. എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോൾ നല്ല കല്യാണം കഴിച്ച് നല്ല വെൽ സെറ്റിൽഡായി. എനിക്ക് പേടിയായിരുന്നു അപ്പോൾ തുറന്ന അടുത്തെങ്കിലും പറഞ്ഞു. ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയാം. ഹിസ് നെയിം ഈസ് നിതീഷ് മുരളീധരൻ. എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ. ഹി കണ്ടിന്യൂസ്ലി അബ്യൂസ്ഡ് മീ, കണ്ടിന്യൂസ്ലി. മുൻപ് പുറത്തുവിട്ട ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ച NM എന്ന ചുരുക്കനാമം നിതീഷ് മുരളീധരനാണെന്ന് ഇതോടെ വെളിപ്പെട്ടു. RSS ശാഖകളിൽ ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അനന്തുവിന്റെ തുറന്നു പറച്ചിൽ. ഒരിക്കലും ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട്. അവരാണ് RSSകാർ, നമ്മുടെ സോക്കോൾഡ് സംഗീസ്. അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിലും നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്, ഭയങ്കര ടോർച്ചറാണ്. ഇറ്റ്സ് ലൈക്ക് അവരുടെ ITC ക്യാമ്പ് OTC ക്യാമ്പ് രണ്ടും പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മെന്റലി, ഫിസിക്കലി ആൻഡ് സെക്ഷലി ദേ ആർ അബ്യൂസിങ് ചിൽഡ്രൻ. താൻ വിഷാദരോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ കൂടി യുവാവ് വീഡിയോയിലൂടെ നടത്തുന്നുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് തമ്പാനൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പുറത്തുവന്ന ദൃശ്യങ്ങൾ കേസന്വേഷണത്തിലെ നിർണായക തെളിവാകും. നേരത്തെ തന്നെ പോലീസ് ഈ ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്നാണ് വിവരം. നിയമോപദേശം തേടിയ ശേഷമായിരിക്കും ആരോപണ വിധേയനായ നിതീഷ് മുരളീധരനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. ശരിക്കും മടുത്തു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി വിവരങ്ങൾ നൽകും. മേഘന, ഈ വീഡിയോ പുറത്തു വന്ന ഇത്രയും മണിക്കൂറുകളായി. അതിനു മുമ്പ് തന്നെ പോലീസ് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയിരുന്നു എന്നാണ് വിവരം. ഇതിൽ പറയുന്ന ആളെ പോലീസ് നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും അയാളിൽ നിന്ന് വിവരശേഖരണം നടത്തുകയും ചെയ്തുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. പോലീസിന്റെ അടുത്ത നീക്കം എന്താണ്? ഈ വീഡിയോ എത്ര പ്രധാനപ്പെട്ട തെളിവായി ഈ അന്വേഷണത്തിൽ മാറും? അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളെ പറ്റി പോലീസ് ഏത് നിലയ്ക്കാണ് ആലോചിക്കുന്നത്? അതിന്റെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, നിലവിൽ തമ്പാനൂർ പോലീസ് അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം. അത് തിരുവനന്തപുരത്ത് ഒരു നഗരമധ്യത്തിലെ ഒരു ലോഡ്ജിലാണ് അനന്തു അജിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഈ കോട്ടയത്തെ വീട്ടിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളുടെയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ നേരത്തെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു കുറിപ്പും അനന്തുവിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഈ കേസ് അന്വേഷണത്തിലെ നിർണായകമായിട്ടുള്ള ഘടകമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിൽ ഈ അനന്തു പറയുന്നു, അല്ലെങ്കിൽ തൻ്റെ ഒരു മരണത്തിന് കാരണം, ആത്മഹത്യക്ക് കാരണം ഒന്ന് RSS ശാഖയിലെ ഒരു പീഡനം, ലൈംഗിക ചൂഷണമാണ്. അതുപോലെ തന്നെ തൻ്റെ വീടിനടുത്തുള്ള ആളുകളിൽ നിന്നടക്കം, ഈ നിതീഷ് മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നടക്കം തനിക്ക് ലൈംഗിക ചൂഷണം ചെറുപ്പകാലം മുതൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള നിർണായക വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തലിൻ്റെ ഒരു തെളിവായി അല്ലെങ്കിൽ ഒരു മരണമൊഴിയായി തന്നെയാണ് ഈ കേസ് അന്വേഷണത്തിൽ ഈ വീഡിയോ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ കുറിപ്പും ഒക്കെ മാറുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തമ്പാനൂർ പോലീസ് ഇപ്പോൾ ഒരു നിയമോപദേശം തേടാനാണ് തയ്യാറാകുന്നത്. കാരണം ഈ വീഡിയോയിലെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അത് അനന്തു 2-3 വയസ്സുണ്ടാകുമ്പോൾ നേരിട്ട ലൈംഗിക ചൂഷണങ്ങളാണ്, അല്ലെങ്കിൽ തൻ്റെ യൗവനകാലത്തെ ലൈംഗിക ചൂഷണങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അനന്തു മരിക്കുന്ന സമയത്ത് 26 വയസ്സാണ് പ്രായം. അതുകൊണ്ട് ഈ ഒരു കാലയളവ് ഒരു പോലീസിന് ഒരു വലിയ ഒരു പ്രതിസന്ധി ആകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനാൽ തന്നെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിയമോപദേശം തേടും. അതിനുശേഷം മാത്രമേ ഈ നിതീഷ് മുരളീധരനെ എതിരെ
അടക്കം ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം അല്ലെങ്കിൽ ഒരു തുടർ നടപടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ അനന്തുവിന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മളും ഒക്കെ കണ്ടറിഞ്ഞ ഈ വീഡിയോ ദൃശ്യം അത് പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അനന്തുവിന്റെ ഫോൺ പരിശോധനയിലൂടെ ഈ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പോലീസ് ശേഖരിക്കുകയും ഈ നിതീഷ് മുരളീധരനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ നിതീഷ് മുരളീധരനെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നിലവിലും അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്താണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ വീഡിയോ ദൃശ്യങ്ങൾ നിർണായക തെളിവാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിൽ ഏതൊക്കെ തരത്തിലാണ് കുറ്റങ്ങൾ ചുമത്തേണ്ടത് അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തുന്ന കാര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ഒരു നിയമോപദേശം തേടുന്നത്. അതിനുശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാവുകയുള്ളൂ. കൂടാതെ ഈ അന്വേഷണ റിപ്പോർട്ട് ഉടനടി തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്ന കാര്യം കൂടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണമായി വരുന്നു. എന്തായാലും ഇന്നേ ദിവസം കടന്നു പോകുമ്പോൾ അത്രയേറെ നെഞ്ചുലയ്ക്കുന്ന അല്ലെങ്കിൽ വേദനയോടെ അല്ലാതെ ഈ അനന്തുവിന്റെ മരണമൊഴി നമുക്ക് കാണാൻ കഴിയില്ല. അത് ഈ ഒരു കുടുംബമടക്കം ഇപ്പോൾ പ്രതികരിക്കുന്നതും നീതി വേണം മകന് എന്നുള്ളതാണ്. പക്ഷേ കുടുംബവും ഇപ്പോൾ ഔദ്യോഗികമായി ഒരു പരാതിയുമായി പോലീസിലേക്ക് എത്തിയിട്ടുമില്ല. ശരി, നേരത്തെ ആ കുറിപ്പിൽ NM എന്നായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. അത് നിതീഷ് മുരളീധരൻ എന്നാണ് NM എന്നതിൻ്റെ പൂർണ്ണ രൂപമെന്ന് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ ആളിനെ പോലീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. പ്രാഥമികമായ വിവരശേഖരണം പോലീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പോലീസിൻ്റെ അടുത്ത നീക്കം എന്നത് ഈ നിയമോപദേശം കൂടി ലഭിച്ച ശേഷമായിരിക്കും എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകി. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. പേരാമ്പ്രയിലെ പോലീസ് നടപടിയുടെ പശ്ചാത്തലത്തിൽ LDF സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ രൂക്ഷ പരാമർശവുമായി EP ജയരാജൻ. മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ, സൂക്ഷിച്ചു നടക്കണം, ഹംഭാവം ധിക്കാരമൊക്കെ കോൺഗ്രസിന്റെ ഓഫീസിൽ മതിയെന്നും EP ജയരാജൻ. ഇനി സൂക്ഷിച്ചിങ്ങനെ പോയാ മതി, മൂക്കിന്റെ പാലേ പോയിട്ടുള്ളൂ. ഇപ്പൊ പോകുമ്പോ സൂക്ഷിക്കണം. അവിടെ ഞങ്ങൾ ഭീരിക്കടാൻ ധരിച്ചേക്കരുത്. അത് കണ്ട് മേക്കിട്ട് കയറാൻ പുറപ്പെടേണ്ട. മേക്കിട്ട് കയറാൻ പുറപ്പെട്ടാൽ അനുഭവിക്കും. അത് മനസ്സിലാക്കിക്കൊള്ളൂ. അതേസമയം പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി KM അഭിജിത്ത് രംഗത്തെത്തി. പോലീസിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ നാടൻ ബോംബ് എറിഞ്ഞു എന്ന ആരോപണം കെട്ടിച്ചമച്ച കഥയാണെന്ന് അഭിജിത്ത് പറഞ്ഞു. സ്ഫോടനമുണ്ടായത് പോലീസിന്റെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിയാണ്. CPMന്റെ തിരക്കഥയ്ക്കനുസരിച്ച് പോലീസ് പ്രവർത്തിക്കുകയാണെന്നും KM അഭിജിത്തിന്റെ കുറ്റപ്പെടുത്തൽ. അവിടെ എന്തെങ്കിലും എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് ഉപയോഗിച്ച ടിയർ ഗ്യാസ്, ഗ്രനേഡ്, അവർ കൊണ്ടുവന്ന വസ്തുക്കൾ, അതിനപ്പുറത്തേക്ക് ഒരു എക്സ്പ്ലോഷനും 10-ാം തീയതിയിൽ വടകരയിൽ പേരാമ്പ്രയിൽ നടന്നിട്ടില്ല. മറ്റ് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തകരെ വേട്ടയാടാൻ വടകരയിലെ പോലീസ് തീരുമാനിച്ചാൽ, CPMന്റെ തിരക്കഥയ്ക്കനുസരിച്ച് പോലീസ് തീരുമാനിച്ചാൽ, ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ തന്നെ അത് മറ്റേത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, വലിയ ആൾക്കൂട്ടത്തെയൊക്കെ അണിനിരത്തി CPMന്റെ LDFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം അവിടെ നടന്നു. ഇപ്പോൾ നാളെ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി നടക്കാൻ പോകുന്നു. DCC ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ വാർത്താ സമ്മേളനം നാളെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പോലീസ് ഇതിനിടയിൽ ചില നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഷഹദ്? ഇന്ന് വൈകിട്ടായിരുന്നു CPMന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രകടനവും ഒപ്പം തന്നെ അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണ യോഗവും നടന്നിട്ടുണ്ടായിരുന്നത്. ആ യോഗത്തിലുടനീളം KC വേണുഗോപാലിനെയും ഒപ്പം തന്നെ ഷാഫി പറമ്പിലിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒപ്പം തന്നെ ചില ഭീഷണിയുമായിരുന്നു EP ജയരാജൻ നടത്തിയത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം EP ജയരാജൻ പറഞ്ഞു വെക്കുന്നത് ഷാഫി പറമ്പിലിന് ഇപ്പോൾ മൂക്കിന് മാത്രമേ പരിക്ക് പറ്റിയിട്ടുള്ളൂ. ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടായ പോലെ ആയിരിക്കില്ല കാര്യങ്ങളുടെ ഒരു കിടപ്പ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ കയ്യിൽ വെച്ചാൽ മതി, 6 മാസത്തിനിടെ എന്ത് ഉണ്ടയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതെന്ന് നോക്കി തന്നെ കാണണം. ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ് KC വേണുഗോപാൽ. ഒരുപക്ഷെ 6 മാസം കഴിയുന്ന സമയത്ത് കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ഞങ്ങൾക്ക് സംശയം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ഒപ്പം തന്നെ ഭീഷണി സ്വരത്തിൽ കുറെ അധികം കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം നടന്ന ഈ യോഗത്തിൽ എന്നുള്ളതാണ് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇന്ന് പുലർച്ചെ, അതായത് പുലർച്ചയോട് കൂടിയിട്ടായിരുന്നു അവിടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഏകദേശം
ശേഷം 5ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ വീണ്ടും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഒപ്പം തന്നെ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട്, അതായത് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നാളെ അവിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ എന്തായാലും UDF തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 ദിവസത്തിനകം ഈ ഷാഫി പറമ്പിലിന്റെ മൂക്കിന് അടിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ SP-യുടെ ഓഫീസിന് മുന്നിൽ അല്ലെങ്കിൽ SP-യുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തും എന്നുള്ളത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി ഈ കുറെ അധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഏകദേശം 5ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. അതിൽ പ്രതിഷേധിച്ചാണ് നാളെ അവിടെ പ്രതിഷേധ പരിപാടി നടക്കാൻ പോകുന്നത്. ഇതിന് പുറമെ നാളെ കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം ഉണ്ടാവും. DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരിക്കും വാർത്താ സമ്മേളനം ഉണ്ടാകുക. ആ വാർത്താ സമ്മേളനത്തിൽ ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തും എന്നുള്ള കാര്യം. ശരി ഷാഹദ്, DCC പ്രസിഡന്റ് നാളെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ചില ദൃശ്യങ്ങൾ പുറത്തുവിടാനാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നതെന്നാണ് DCC പ്രസിഡന്റ് അറിയിക്കുന്നത്. നാളെ രാവിലെയാണ് ആ വാർത്താ സമ്മേളനം. നാളെ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. സംഭവബഹുലമാണ് ഈ വിഷയത്തിൽ കോഴിക്കോട്ടെ മലബാറിലെ രാഷ്ട്രീയം എന്നതിൽ തർക്കമില്ല. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചി പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിൽ സമവായം ഉണ്ടായെങ്കിൽ നല്ലതാണെന്നും എന്തിന്റെ പേരിലാണെങ്കിലും കുട്ടിയുടെ അവകാശം നിഷേധിക്കാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം. ഹിജാബ് വിവാദത്തിൽ സ്കൂൾ അധികൃതരും വിദ്യാർത്ഥിനിയുടെ പിതാവും ജനപ്രതിനിധികളും തമ്മിൽ ചർച്ചയ്ക്കൊടുവിൽ സമവായമായിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. വിഷയത്തിൽ സ്കൂൾ തലത്തിൽ എന്തെങ്കിലും സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് എനിക്ക് വ്യക്തമാക്കുവാനുള്ളത്. ആ വിഷയം അങ്ങനെ തീരുമെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കും. അതേസമയം സ്കൂളിന്റെ ഭാഗത്ത് ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനെതിരെ സ്കൂൾ അധികൃതർ രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിമർശനം. ഈ കുട്ടിയുടെ പിതാവ് തന്നെ സ്കൂൾ മാനേജ്മെന്റ് നിഷ്കർഷിക്കുന്ന സ്കൂൾ യൂണിഫോം പാലിച്ചുകൊണ്ട് സ്കൂളിൽ ഹാജരാവാൻ കുട്ടി നാളെ മുതൽ ഹാജരാവാൻ തയ്യാറാണെന്നും അറിയിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നതെന്നുള്ളത് അത്യന്തം ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണെങ്കിൽ NOC പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണെന്നും അതെല്ലാം ആലോചിച്ച് മുന്നോട്ട് പോകണമെന്നും മന്ത്രി പ്രതികരിച്ചു. സ്കൂൾ NOC സംബന്ധിച്ച നിയമങ്ങൾ മാറിയത് മന്ത്രി അറിഞ്ഞില്ലേ എന്നാണ് ഇതിനോട് അധികൃതരുടെ ചോദ്യം. പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പിതാവുമായി സ്കൂൾ അധികൃതർ ചർച്ച നടത്തും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വിദ്യാർത്ഥിനി ഇന്ന് സ്കൂളിലെത്തിയില്ല. 24 കൊച്ചി. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാർ നിലപാടിൽ അതൃപ്തി അറിയിച്ച വിവിധ ക്രൈസ്തവ സഭാ നേതാക്കൾ. NSSന് ലഭിച്ച വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമാണെന്ന ഉത്തരവിറക്കാൻ സർക്കാർ മടിക്കേണ്ടതില്ലെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബെസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ പറഞ്ഞു. അത് ചെയ്യാതെ ക്രൈസ്തവ സഭകൾ കോടതിയിൽ പോകണമെന്ന് പറയുന്നത് ശരിയല്ല എന്നും വിമർശനം. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ ഉന്നതതല യോഗം നടത്തി പ്രശ്നം പരിഹരിച്ചുവെന്ന് സർക്കാർ അവകാശപ്പെടുന്നതിനിടയിലാണ് ക്രൈസ്തവ സഭകൾ അതൃപ്തിയുമായി രംഗത്ത് വന്നത്. പാലാ ബിഷപ്പ് ഹൗസിൽ ചേർന്ന എക്യുമെനിക്കൽ സമ്മേളനത്തിന് ശേഷമാണ് ക്രൈസ്തവ സഭാ നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ക്രൈസ്തവര് പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരാശങ്ക വന്ന എല്ലാ പിതാക്കന്മാരും ക്രിസ്തീയ നേതാക്കന്മാരും പ്രകടിപ്പിക്കുകയുണ്ടായി. ഭിന്നശേഷി സംവരണം അതിനുകൊണ്ടുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ ഇന്ന് ക്രൈസ്തവ മേഖലകളിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ സർക്കാർ ഉത്തരവിറക്കണം, ഇല്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. എന്നാൽ അതിന് ഒരു പരിഹാരം സുപ്രീം കോടതി ഇന്ന് NSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു റിസർവേഷന്റെ വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് ഉത്തരവിറക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല. പള്ളുരുത്തി സ്കൂളിലെ വിഷയമടക്കം വിദ്യാഭ്യാസ മേഖലയിലെ മറ്റു പ്രശ്നങ്ങൾ വിശദമായി പഠിക്കുമെന്നും സഭാ നേതൃത്വം അറിയിച്ചു. സിറോ മലബാർ എക്യുമെനിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിൽ അധ്യക്ഷനും പാലാ ബിഷപ്പുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ് വിവിധ സഭാ പ്രതിനിധികളുടെ എക്യുമെനിക്കൽ സമ്മേളനം വിളിച്ചു ചേർത്തത്.
24 കോട്ടയം. ആറന്മുള വള്ളസദ്യയിലെ ആചാരലംഘന വിവാദം ആസൂത്രിതമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. ചടങ്ങുകൾ പൂർത്തിയാകാൻ സദ്യ കഴിക്കണമെന്ന് പറഞ്ഞെന്നും പള്ളിയോട സംഘമാണ് സദ്യയ്ക്കായി തന്നെ കൊണ്ടുപോയതെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. ഉദ്യോഗസ്ഥരാണ് രേഖാമൂലം ആചാരലംഘനം ചൂണ്ടിക്കാട്ടിയതെന്നും അതിനാലാണ് പ്രായശ്ചിത്തം നിർദ്ദേശിച്ചതെന്നും ക്ഷേത്രം തന്ത്രി വിശദീകരിച്ചു. കഴിഞ്ഞ മാസം 14 അഷ്ടമിരോഹിണി ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ ദേവന് നേദിക്കും മുൻപ് ദേവസ്വം മന്ത്രിക്ക് സദ്യ വിളമ്പിയതിലാണ് ആചാരലംഘനം. സംഭവത്തിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്ന തന്ത്രിയുടെ കത്തോടെയാണ് വിവാദങ്ങൾ തലപൊക്കിയത്. 31 ദിവസത്തിനു ശേഷം വിവാദമുയർന്നത് ആസൂത്രിതമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. ഇത് നടത്തുന്ന പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പോരുന്ന ഘട്ടത്തിൽ ആരും ഇത് സംബന്ധിച്ച ഒരു പരാതിയോ പരിഭവമോ ആചാരലംഘനം ഇതൊന്നും ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു ആസൂത്രിതമായ രൂപത്തിലൊരു കത്ത് കൊടുത്ത് ഒരു മര്യാദരഹിതമായ വാർത്തയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. വള്ളസദ്യ ചടങ്ങിലെ പിഴവുകൾ ഉദ്യോഗസ്ഥർ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രായശ്ചിത്തം വേണമെന്ന് നിർദ്ദേശിച്ചതെന്ന് തന്ത്രി. ഉപദേശക സമിതിയാണ് ഇല്ലത്ത് വരികയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഒരു കത്ത് തന്നു, ആ കത്തിന് മറുപടി നൽകണം എന്ന് പറഞ്ഞു. സദ്യയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ സദ്യബന്ധിതമായ ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു. ആചാരലംഘനം മാധ്യമ സൃഷ്ടിയെന്ന പത്തനംതിട്ട CPIMന്റെ വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. ആചാരലംഘനം നടന്നിട്ടില്ലെന്ന മുൻ നിലപാടിൽ നിന്ന് പള്ളിയോട സേവാ സംഘവും മലക്കം മറിഞ്ഞു. ആചാരലംഘനം നടന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. ആ ഒരു ഭക്ഷണം കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. സംഭവത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ആറന്മുള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരോട് വിശദീകരണം തേടി. 24 പത്തനംതിട്ട. സംസ്ഥാനത്ത് 24 മണിക്കൂറിനുള്ളിൽ തുലാവർഷം എത്തും. ഈ മാസം 18 വരെ സംസ്ഥാനത്ത് വ്യാപകമായ മഴ പെയ്യും. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും പരക്കെ മഴയുണ്ടാകും. ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാലവർഷം പൂർണ്ണമായി പിൻവാങ്ങി 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് തുലാവർഷം സജീവമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ മധ്യ കേരളത്തിൽ പെയ്ത ശക്തമായ മഴ തുലാവർഷ പെയ്ത്തിന് മുന്നോടിയായി കണക്കാക്കാം. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും അറബിക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയും മഴയുടെ ശക്തി വർദ്ധിപ്പിക്കും. ഇനി മുതൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയും കാറ്റുമാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കേണ്ടതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ ഭാഗമായി ഇന്ന് 9 ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഈ മാസം 18 വരെ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കണം. നാളെ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇടിമിന്നലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മലപ്പുറം സ്വദേശിയായ സിറാജുദ്ദീൻ മരിച്ചു. കെട്ടിട നിർമ്മാണ ജോലിക്കിടെ ഇടിമിന്നലേൽക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വ്യാപക പരിശോധന. ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞ ചെന്നൈയിലെ JNR ജ്വല്ലേഴ്സിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകുന്നുവെന്ന ആരോപണം കോടതിയെ അവഹേളിക്കുന്നതാണെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു. ദേവസ്വം ആസ്ഥാനത്ത് നേരിട്ടെത്തിയ SIT വിജിലൻസ് SP യിൽ നിന്നും വിവരങ്ങൾ തേടുകയും രേഖകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ചെന്നൈ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന. 1998 ശബരിമല ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞ ചെന്നൈയിലെ JNR ജ്വല്ലറിയിൽ പരിശോധന നടത്തിയ SIT സംഘം തനിക്കറിയാവുന്ന കാര്യങ്ങൾ SITയോട് പറഞ്ഞെന്നും അന്ന് സ്വർണം പൂശിയ തൊഴിലാളികൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നും ജ്വല്ലറി ഉടമയുടെ മകൻ ജഗന്നാഥൻ. And they asked me about any officers present from Devasam board or any officers from UB group. Few names who all I know from UB group. I told who was there with me when the entire process. I told them and they told me that they are no more. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകുന്നുവെന്ന ആരോപണത്തിൽ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ. ആ കാര്യത്തിൽ പ്രതിപക്ഷം ഈ രൂപത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്ന കോടതിയെ അപമാനിക്കലാണ്. അത് ഒരിക്കലും ചെയ്തുകൂടാന്ന് എൻ്റെ അഭിപ്രായം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല, അയാളെ അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അതേസമയം ശബരിമല സന്നിധാനത്ത് നട തുറന്നതിനു ശേഷം വീണ്ടും പരിശോധന നടത്താനാണ് ജസ്റ്റിസ് KT ശങ്കരന്റെ ആലോചന. ശേഷമായിരിക്കും ആറന്മുളയിൽ പരിശോധന നടത്തുക. 24 തിരുവനന്തപുരം.
KPCC സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര തുടരുകയാണ്. ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ച യാത്ര ശരണം വിളിയോടെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഉദ്ഘാടനം ചെയ്തത്. പരിപാടിക്കായി നിർമ്മിച്ച പന്തൽ തകർന്നു വീണ് പ്രവർത്തകർക്ക് പരിക്കുപറ്റിയത് ആശങ്കയ്ക്ക് ഇടയായി. ശബരിമല സ്വർണ്ണമോഷണവും ആചാര സംരക്ഷണവും ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നത്. ഇതിൽ അവസാനഘട്ട ജാഥയാണ് MP ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ചത്. ശരണം വിളിയോടെ ദീപാദാസ് മുൻഷി ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. All our senior leaders, all the MLAs, all the dignitaries, the Congress leaders sitting on the stage and in front. Before saying anything, I would like to pray, Lord Ayappa, Swamiye Sharanam Ayappa. ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കുമെന്നും വിശ്വാസികൾക്കൊപ്പമാണ് കോൺഗ്രസ് എന്നും പ്രഖ്യാപനം. മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ വഴി പാല, എരുമേലി, തിരുവല്ല വഴി ചെങ്ങന്നൂരിൽ ജാഥ സമാപിക്കും. അതിനിടെ രാവിലെ ഉദ്ഘാടന പന്തൽ തകർന്നത് ആശങ്കയ്ക്കിടയാക്കി. സമ്മേളനം തുടങ്ങാൻ വൈകിയതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത്. മഴയുടെ ഒരു വരവ് കൊണ്ടാണ് രാവിലെ നടക്കുന്ന ഈ പന്തലൊക്കെ ഇട്ടത്. പക്ഷെ ഇത് അപ്രതീക്ഷിതമായിട്ടാണ്. തുടങ്ങുന്നതിന് മുമ്പാണ് ഈ പന്തലിടിഞ്ഞ് വീണത്. വേറെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപകടം മുന്നിൽ കണ്ട് വേദി മാറ്റിയാണ് ഉദ്ഘാടന ചടങ്ങടക്കം പിന്നീട് നടത്തിയത്. ഇവിടെ ഇങ്ങനെയൊരു സ്ഥിരം വേദിയുണ്ട്, പരിപാടികൾ നടത്തുന്നതുമാണ്. പക്ഷേ എന്തിനാണ് ഒരു താൽക്കാലിക വേദി കെട്ടി ഈ ഒരു അപകട സാധ്യത ഉണ്ടാക്കിയത് എന്ന ചോദ്യം. എന്താണെങ്കിലും ആർക്കും അപകടമൊന്നും പറ്റാതെ വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ പരിപാടി ഗംഭീരമായിട്ട് അവസാനിച്ചു. ക്യാമറമാൻ നിഖിൽ നിളയ്ക്കൊപ്പം ലാൽകൃഷ്ണൻ, 24 ഇടുക്കി. ഗൾഫ് പര്യടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറപ്പെട്ടു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി യാത്ര തിരിച്ചത്. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കും. നാളെ ബഹ്റൈനിൽ നടക്കുന്ന പ്രവാസി മലയാളി സമ്മേളനമാണ് ആദ്യത്തെ പരിപാടി. CPM-നെ വെട്ടിലാക്കി മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന നേതാവ് G. സുധാകരൻ. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചവർക്കൊപ്പം സജി ചെറിയാൻ ചേർന്നെന്നും സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നുമാണ് പ്രതികരണം. മൂന്നാം പിണറായി സർക്കാർ വരണമെങ്കിൽ ഭൂരിപക്ഷം വേണ്ടേയെന്നും അമ്പലപ്പുഴയിൽ AK ബാലൻ വന്ന് പ്രചാരണം നടത്തുമോ എന്നും G. സുധാകരന്റെ ചോദ്യം. അദ്ദേഹം പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണം. പാർട്ടിക്ക് വ്യത്യസ്തനല്ല G. സുധാകരൻ. അദ്ദേഹം സംസാരിക്കുമ്പോൾ പാർട്ടിയുടേതായ അന്തസ്സിന് നിരക്കാത്ത, അച്ചടക്കത്തിന് നിരക്കാത്ത വരമ്പുകൾക്കപ്പുറം പോകാൻ പാടില്ല. CPM നേതൃത്വത്തോട് അകന്നു നിൽക്കുന്ന മുതിർന്ന നേതാവ് G. സുധാകരനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചത് ഈ പ്രതികരണങ്ങളാണ്. തന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞ് ചിലർ നടത്തിയ ആഘോഷത്തിൽ സജി ചെറിയാനും പങ്കുചേർന്നെന്ന് ഗുരുതര ആരോപണം. സജി ചെറിയാനൊന്നും അറിയില്ലല്ലേ? സജി ചെറിയാൻ അതിൽ പങ്കാളിയല്ലേ? പങ്കാളിയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, കൂടുതൽ ഞാൻ പറയുന്നില്ല. സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം സജി ചെറിയാൻ. പാർട്ടിയിലുള്ള തന്നോട് പാർട്ടിയോട് ചേർന്ന് പോകാൻ പറഞ്ഞതിന് സജി ചെറിയാനെതിരെ നടപടിയെടുക്കണമെന്നും G. സുധാകരൻ ആവശ്യപ്പെട്ടു. മൂന്നാം പിണറായി സർക്കാർ വരണമെങ്കിൽ ഭൂരിപക്ഷം വേണ്ടേയെന്നും ചോദ്യം. അമ്പലപ്പുഴയിൽ എങ്ങനെ ജയിക്കാനാണെന്നും AK ബാലൻ വന്ന് പ്രചാരണം നടത്തുമോ എന്നും പരിഹാസം. മൂന്നാമതും പിണറായി വിജയൻ സാഹു മുഖ്യമന്ത്രിയാവണം എന്ന ചർച്ചയാണല്ലോ നടക്കുന്നത്. അതിന് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അമ്പലപ്പുഴ കൂടെ കിട്ടണ്ടേ? ആലപ്പുഴ കിട്ടണ്ടേ? ഈ ജില്ലയിലെ 9-ൽ 8 സീറ്റുള്ളത് അത് കിട്ടണ്ടേ? അത് കിട്ടുന്നതിന് നേതൃത്വം കൊടുക്കാൻ സജി ചെറിയാനെപ്പോൾ ഞാൻ സംസാരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ബാലന് വന്ന് ഇവിടെ ക്യാമ്പയിൻ നടത്തി സീറ്റൊക്കെ ഒന്ന് പിടിക്കാവോ? G. സുധാകരനെ പ്രകോപിപ്പിക്കേണ്ടതില്ലെന്ന നിലപാട് പാർട്ടിയിലെ മറ്റു ചില മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. എന്നാൽ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെയുള്ള പ്രതികരണത്തിൽ അതൃപ്തിയുള്ള നേതാക്കളുമുണ്ട്. 24 ആലപ്പുഴ. വിവാദ പ്രസ്താവനകളിൽ G. സുധാകരനെ പൂർണ്ണമായി തള്ളി ആലപ്പുഴ CPM നേതൃത്വം. കോൺഗ്രസ് വേദിയിൽ പോയി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും വിധം സുധാകരൻ പ്രസംഗം നടത്തിയതാണ് എല്ലാത്തിനും തുടക്കമെന്നാണ് ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ മറുപടി. പാർട്ടി തള്ളിപ്പറയുമ്പോൾ G. സുധാകരനെ ചേർത്തു നിർത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. KPCC സാംസ്കാരിക സാഹിതിയുടെ വേദിയിൽ കഴിഞ്ഞയാഴ്ചയായിരുന്നു CPM പ്രവർത്തകരെ ചൊടിപ്പിച്ച G. സുധാകരന്റെ പ്രസ്താവന. എല്ലാ മേഖലയിലും ഒന്നാമതായ സർക്കാർ ശബരിമല സ്വർണ്ണമോഷണത്തിലും ഒന്നാമതെന്ന തുറന്നടിച്ചു G. സുധാകരൻ. ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി R. നാസർ. ഇതിങ്ങനെ സുധാകരൻ സാഹുവിൻ്റെ ഈ പ്രതികരണം വന്നില്ലെങ്കിൽ ഇതൊന്നും വരികയില്ല. വന്നതുകൊണ്ടാണ് അവരും പറയുന്നതാണ്. സുധാകരൻ സാഹു ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പ്രതികരിച്ചാണ്. സുധാകരൻ സാഹു ഞങ്ങൾക്ക് ആകാൻ പാടില്ലേ? ഇതാണ് അവരുടെ ചോദ്യം. ആലപ്പുഴയിൽ H. സലാം, G. സുധാകരൻ പോര് തുടങ്ങിയിട്ട് വർഷങ്ങളായി. സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അമ്പലപ്പുഴയിലെ ജനപ്രതിനിധി എന്നായിരുന്നു G. സുധാകരന്റെ ആരോപണം.
എതിരാളികളുടെ കൈയടിക്ക് വേണ്ടിയാണ് പ്രസ്താവനകളെന്ന എച്ച് സലാമിന്റെ മറുപടി. പാർട്ടി എന്ന നിലയ്ക്കൊരു പൊതുവായ രീതിയുണ്ട്. ആ രീതി പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യം പറയുക എന്നുള്ളതാണ്. അതിന് പകരം മാധ്യമങ്ങളോടും മറ്റുമെല്ലാം പാർട്ടിക്ക് അകത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം, എതിരാളിയുടെ ഭാഗത്തുനിന്ന് കൈയടി കിട്ടുന്ന കാര്യങ്ങൾ പറയുന്ന രീതി ശരിയല്ല. അത് പാർട്ടിക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ആര് പറഞ്ഞാലും. പാർട്ടിയും ജി സുധാകരനും കൊണ്ടും കൊടുത്തും മുന്നേറുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷത്തിന്റെ പ്രകീർത്തനം. ആൾ മറ്റേ സൈക്കോ ഫാൻസിന്റെ കൂടെയില്ല, വിദൂഷകരുടെ കൂട്ടത്തിലല്ല ജി സുധാകരൻ. രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർക്ക് മാത്രമാണ് ഇപ്പൊ കാര്യമുള്ളത്. പാർട്ടിയിൽ ഒരു വിഭാഗത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രസ്താവനയും ജി സുധാകരൻ മുമ്പും നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ അതിരുകടന്ന വാക്കുകളിൽ ജില്ലാ നേതൃത്വവും വെട്ടിലായി. 24 ആലപ്പുഴ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപനത്തിൽ കടുത്ത നിലപാടുമായി എ ഗ്രൂപ്പ്. പുതിയ സംസ്ഥാന കമ്മിറ്റിയുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനം. ഹൈക്കമാൻഡിന് ഔദ്യോഗികമായി പരാതി നൽകാനാണ് ഐ ഗ്രൂപ്പ് നീക്കം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ഇടപെട്ട് പരിശോധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് ആവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി നിയമനത്തിൽ എ ഗ്രൂപ്പ് വിട്ടുവീഴ്ചയ്ക്കില്ല. വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നിലപാട്. OJ ജനീഷിനോട് എതിർപ്പില്ല. എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദം എ ഗ്രൂപ്പിൽ നിന്ന് തട്ടിയെടുത്തതിനെതിരെ പ്രതിഷേധം അറിയിക്കും. വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയിൽ തുടരുന്നതിനാൽ സംസ്ഥാന കമ്മിറ്റിയുടെ പരിപാടികളുമായി സഹകരിക്കില്ല. പ്രധാന എ ഗ്രൂപ്പ് നേതാക്കൾ കൂടിയാലോചന നടത്തും. എ ഗ്രൂപ്പ് നേതാക്കൾ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാനാണ് KM അഭിജിത്തിന്റെ തീരുമാനം. ഹൈക്കമാൻഡിന്റെ പരാതി അറിയിക്കാനാണ് ഐ ഗ്രൂപ്പിന്റെ നീക്കം. അബിൻ വർക്കിക്ക് നീരസമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനമായി ഞങ്ങളതിനെ കാണുന്നില്ല. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പരസ്യ പ്രതികരണത്തിന് അബിൻ വർക്കി തയ്യാറായില്ല. എനിക്ക് അര വാക്കുപോലും ഈ വിഷയത്തിൽ പറയാനില്ല. ഞാൻ പറയാനുള്ളതൊക്കെ ഒന്നുമില്ല. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ പ്രശ്നങ്ങളില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷും അവകാശപ്പെട്ടു. അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നതകളൊന്നും സംഘടനയ്ക്കകത്ത് നിലനിൽക്കുന്നില്ല. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കപ്പുറമുള്ള രൂക്ഷമായ യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും. പുനഃസംഘടനയിലെ പ്രശ്നങ്ങളിൽ തൽക്കാലം ഹൈക്കമാൻഡ് ഇടപെടില്ല. കേരളത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 24 തിരുവനന്തപുരം. 24 എക്സ്ക്ലൂസീവ്. പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച ഡോക്ടർ ശശി തരൂർ MP. നരേന്ദ്രമോദി പറയുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് ആശയം എല്ലാവരും വിശ്വസിച്ചാൽ പ്രശ്നമില്ല എന്ന് ശശി തരൂർ 24നോട് പറഞ്ഞു. ഡോക്ടർ ശശി തരൂരിന്റെ പ്രസ്താവനയും K മുരളീധരൻ പരിഹസിച്ചു. ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റിൽ 24നോടാണ് ഡോക്ടർ ശശി തരൂർ MPയുടെ പ്രതികരണം. മോദി പറയുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് നല്ലതെന്ന് ശശി തരൂർ പറഞ്ഞു. ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് ഇപ്പോൾ പോകുന്നു. ആ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം തന്നെ ഹിന്ദു ഐഡിയോളജി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു സാഫ്രണൈസിങ് നടക്കുന്നു എന്നുള്ളതാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ അങ്ങയുടെ ഒരു ഇടപെടൽ കമൻറ്റ്. അത്യാവശ്യമായിട്ടുള്ളത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു ശക്തിയാണ് എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നത്. പ്രധാനമന്ത്രി പറയുന്നല്ലോ സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരെയും ഒരുമിച്ച് വികസിപ്പിക്കണം, എല്ലാവരെയും ഒരുമിച്ച് ഒരേ ഒരു സഹകരണം ഉണ്ടാവണം. ആ സന്ദേശത്തിന് എല്ലാവരും ഹൃദയത്തിൽ തന്നെ എടുത്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും പ്രശ്നങ്ങൾ? തരൂരിന്റെ മോദി പ്രശംസയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒഴിഞ്ഞുമാറി. പ്രസ്താവന താൻ കണ്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. അതേസമയം K മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ: അദ്ദേഹം ഇടയ്ക്ക് വന്ന് പ്രധാനമന്ത്രിനെ വെക്കും, പിന്നെ ഞങ്ങളോടൊപ്പം വരും, കുഴപ്പമില്ല. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ പാർലമെന്റിൽ നിന്ന് ദീപക് ധർമ്മടം, 24. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. ദുൽഖർ സൽമാന്റെ വേഫഡർ ഫിലിംസിന്റെ പേരിൽ കാസ്റ്റിംഗ് കൗച്ച് നടത്തിയ അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബുവിനെതിരെ നിയമ നടപടി. തേവര പോലീസ് സ്റ്റേഷനിലും ഫെഫ്കയ്ക്കും വേഫഡർ ഫിലിംസ് പരാതി നൽകി. ദിനിൽ ബാബുവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വേഫഡർ ഫിലിംസ് അറിയിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജുകുമാർ സിനിമയിൽ അഭിനയിക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തി യുവതിയെ അപമാനിച്ചെന്ന ആരോപണത്തിലാണ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായ ദിനിൽ ബാബുവിനെതിരെ നിയമ നടപടിയുമായി വേഫർ ഫിലിംസ് രംഗത്ത് വന്നിരിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ചിന്റെ പേരിൽ വേഫർ ഫിലിംസിനെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് പരാതി. തേവര പോലീസിലും അതോടൊപ്പം തന്നെ മലയാള സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയെ ഫെഫ്കയിലും നിർമ്മാണ കമ്പനി പരാതി നൽകിയിട്ടുണ്ട്. ദിനിൽ ബാബുവുമായി വേഫർ ഫിലിംസിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. വേഫറിന്റെ ഒരു ചിത്രത്തിലും ദിനിൽ ഭാഗമല്ല എന്നും ഈ ഘട്ടത്തിൽ കമ്പനി വ്യക്തമാക്കുന്നു. വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിൽ
ആരംഭിക്കുന്നുണ്ടെന്നും ചിത്രത്തിൽ അഭിനയിപ്പിക്കാനെന്ന കാര്യം സംസാരിക്കാനായി യുവതിയെ പനമ്പള്ളി നഗറിലെ വേഫറിന്റെ ഓഫീസിനടുത്തുള്ള ഒരു കെട്ടിടത്തിൽ വരാൻ ആവശ്യപ്പെട്ടു എന്നാണ് യുവതി നേരത്തെ പരാതി നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു ശബ്ദ സന്ദേശവും ദിനിൽ ബാബുവിനെതിരെ യുവതി പരസ്യപ്പെടുത്തിയിരുന്നു. അവിടെ എത്തിയ ശേഷം പിന്നീട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ഈ പരാതിയിൽ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ദിനിൽ ബാബുവിനെതിരെ ഫെഫ്കയിൽ പരാതി നൽകി വേഫർ ഫിലിംസ് രംഗത്ത് വന്നിരിക്കുന്നത്. യെസ്, ഇതിൽ ആരോപണ വിധേയനായ ദിനിൽ ബാബുവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വെഫറർ ഫിലിംസ് അറിയിച്ചിട്ടുണ്ട്. പോലീസിൽ ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി വെഫറർ ഫിലിംസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD നേതാവ് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രിക നൽകി. പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ രാഘോപൂരിൽ നിന്നാണ് തേജസ്വി യാദവ് ജനവിധി തേടുന്നത്. അതേസമയം 57 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക JDUവും 14 പേരുടെ പട്ടിക LJPയും പ്രഖ്യാപിച്ചു. ഗായിക മൈഥിലി താക്കൂർ ഉൾപ്പെടെ 12 പേരുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJPയും പ്രഖ്യാപിച്ചു. മുൻ മുഖ്യമന്ത്രിമാരായ അച്ഛൻ ലാലു പ്രസാദ് യാദവിനും അമ്മ റാബ്രി ദേവിക്കുമൊപ്പം എത്തിയാണ് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. RJD സിറ്റിംഗ് സീറ്റായ രാഘോപൂരിൽ നിന്നാണ് തേജസ്വി യാദവ് ജനവിധി തേടുന്നത്. 100% ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ മംഗനിലാൽ മണ്ഡൽ 24നോട് പറഞ്ഞു. JDU ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 5 മന്ത്രിമാരും 4 വനിതകളും 3 പ്രധാന നേതാക്കളും ആദ്യഘട്ട പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. മുൻ IPS ഉദ്യോഗസ്ഥൻ ആനന്ദ് മിശ്രയും ഗായിക മൈഥിലി താക്കൂറും BJPയുടെ രണ്ടാം ഘട്ട പട്ടികയിലുണ്ട്. NDA സീറ്റ് വിഭജനത്തിൽ രാഷ്ട്രീയ ലോക് മോർച്ച നേതാവും രാജ്യസഭാ MPയുമായ ഉപേന്ദ്ര കുശ്വാഹ അതൃപ്തി പ്രകടിപ്പിച്ചു. തേജസ്വി യാദവിനെതിരെ രാഘോപൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അവസാന നിമിഷം ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ മത്സരത്തിൽ നിന്ന് പിന്മാറി. 59 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ആം ആദ്മി പാർട്ടിയും പ്രഖ്യാപിച്ചു. അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയ RJDയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്ന് വൈകിട്ടോടെ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ മഹാസഖ്യത്തിന്റെ ചർച്ചകൾ നീളുകയാണ്. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. അഫ്ഗാൻ പാക് വെടിനിർത്തലിന് ധാരണ. പാകിസ്ഥാന്റെ അഭ്യർത്ഥന അനുസരിച്ചാണ് വെടിനിർത്തൽ എന്ന് താലിബാൻ. കണ്ടഹാറിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മറുപടിയായി പാക് പോസ്റ്റുകളിലേക്ക് അഫ്ഗാൻ ഡ്രോൺ ആക്രമണം നടത്തി. കാണ്ഡഹാറിലെ സ്പിൻ ബോൾഡാക് ജില്ലയിൽ ഇന്ന് രാവിലെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 12 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി താലിബാൻ അറിയിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 80ഓളം പേർ സ്ത്രീകളും കുട്ടികളുമാണ്. ആക്രമണത്തിൽ അഫ്ഗാൻ മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. മറുപടിയായി പാക് സൈനിക പോസ്റ്റുകളിലേക്ക് അഫ്ഗാൻ ഡ്രോൺ ആക്രമണം നടത്തി. തുടർന്ന് കാണ്ഡഹാറിലെ ഷോറാബക് ജില്ലയിൽ അഫ്ഗാൻ പാക് സൈനികർ തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത്. പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തലെന്ന് അഫ്ഗാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അറിയിച്ചു. താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിലെത്തിയതിനു പിന്നാലെ പാകിസ്ഥാൻ കാബൂളിൽ വ്യോമാക്രമണം നടത്തി. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായത്. ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും ഇടപെടലിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിച്ച് അതിർത്തി അടച്ചത്. 24 ഡൽഹി. കേരളത്തിൽ ചികിത്സയിലിരിക്കെ കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ അന്തരിച്ചു. പ്രഭാത നടത്തത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കൂത്താട്ടുകുളം ശ്രീധരീയം ആശുപത്രിയിൽ വെള്ളിയാഴ്ചയാണ് ചികിത്സയ്ക്കായി റെയ്ല ഒഡിംഗ എത്തിയത്. മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചു. 2008 മുതൽ 2013 വരെ കെനിയൻ പ്രധാനമന്ത്രിയായിരുന്നു റെയ്ല ഒഡിംഗ. നിലവിൽ പ്രതിപക്ഷത്തെ പ്രധാന മുഖം. കൂത്താട്ടുകുളം ശ്രീധരീയം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി മക്കൾക്കും 2 ബന്ധുക്കൾക്കുമൊപ്പം എത്തിയതായിരുന്നു റെയ്ല ഒഡിംഗ. രാവിലെ പ്രഭാത നടത്തത്തിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞു വീഴുകയായിരുന്നു. ദേവമാത ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത്. രാജ്യത്തെ പ്രധാന നേതാവിന്റെ മരണത്തിൽ കെനിയയിൽ മിക്കയിടത്തും അനുശോചന പ്രകടനങ്ങൾ നടക്കുകയാണ്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ അറിയുന്നത്. അദ്ദേഹത്തിനെ സംബോധന ചെയ്യുന്നത് ബാബ എന്നാണ്. സ്വഹീലിയിൽ ബാബ എന്ന് പറഞ്ഞ അപ്പ എന്നാണ്. അപ്പോൾ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് അറിയപ്പെടുന്ന അപ്പനാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസപ്പെട്ടാണ് എല്ലാവരും അവിടെയും ഇവിടെയും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. റെയ്ല ഒഡിംഗയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഉന്നതനായ രാഷ്ട്രതന്ത്രജ്ഞനും ഇന്ത്യയുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെയുമാണ് നഷ്ടമായതെന്ന പ്രധാനമന്ത്രിയുടെ എക്സ്പോസ്റ്റ്. കെനിയിൽ നിന്ന്
ഷെറി യോഹന്നാനൊപ്പം 24 കൊച്ചി. കോഴിക്കോട് കൂടരഞ്ഞിയിൽ കിണറ്റിൽ വീണത് പുലിയെന്ന് വനം വകുപ്പ്. എന്നാൽ കിണറ്റിനകത്തെ മാളത്തിലേക്ക് ജീവി മാറിയതിനാൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കടുവയാണെന്ന സംശയത്തെ തുടർന്ന് രാവിലെ മുതൽ പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് പട്ടിയെ ഓടിച്ചു വന്ന അജ്ഞാത ജീവി കിണറ്റിൽ വീണതായി വീട്ടുടമ അറിഞ്ഞത്. രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് കടുവയാണെന്ന് മനസ്സിലായതെന്നും മുരൾച്ചയോടെ കടുവ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചെന്നും വീട്ടുടമ പറയുന്നു. ഒരു നായനെ ഓടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ പട്ടീനെ ഞങ്ങൾ ഇവിടെ പുറത്ത് കണ്ടായിരുന്നു. അപ്പോൾ ആ നായനെ ഓടിച്ചുകൊണ്ട് വന്ന ആ നായ പോവുകയും ചെയ്തു. കിണറ്റിനകത്തേക്ക് പുലി അകപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കിണറ്റിലകപ്പെട്ടത് പുലിയാണെന്ന സംശയത്തിലാണ് വനംവകുപ്പ്. RRT സംഘം സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ജീവിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഫലം കണ്ടില്ല. തുടർന്ന് ദൗത്യം നിർത്തിവെച്ചു. 15 മീറ്ററിൽ കൂടുതൽ താഴ്ചയുണ്ട് കിണറിന്. ആർക്കും അങ്ങനെ ഇറങ്ങി ചെല്ലാനും പറ്റില്ല. കാരണം കടുവ പുലി എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ വേണ്ട ഫയർഫോഴ്സും ഉണ്ട്, പിന്നെ പോലീസും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണത്തോടൊപ്പം എന്താണ്, പിന്നെ വെറ്റിനറി ഡോക്ടറും കൂടി വന്നാലേ എന്തെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ മയക്കുവെടി വെക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടറും കൂടി എത്തണം. പുലിയാണെങ്കിൽ മയക്കുവെടി വെച്ച ശേഷമേ മുകളിലേക്ക് കയറ്റാനാകൂ. അങ്ങനെയെങ്കിൽ കിണറ്റിലിറക്കാനാകുന്ന കൂടെത്തിച്ച് മയക്കുവെടി വെച്ച് മുകളിലേക്ക് കയറ്റാനാണ് തീരുമാനം. 24 കോഴിക്കോട്. മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ നീതി അകലെയെന്ന് കുടുംബം. നിർണായക തെളിവുകൾ ശേഖരിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ ബാബു ആരോപിച്ചു. ഒപ്പം നിന്നവർക്ക് നന്ദി എന്നാണ് ഭാര്യ മഞ്ജുഷയുടെ പ്രതികരണം. നവീൻ ബാബുവിന്റെ 1ാം ചരമവാർഷിക ദിനത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. നവീൻ ബാബു വിടവാങ്ങി ഒരാണ്ട് പിന്നിടുമ്പോഴും നീതി ലഭിച്ചില്ലെന്നാണ് കുടുംബം പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം കേസിലെ ഏകപ്രതിയായ PP ദിവ്യയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ നിറഞ്ഞതാണെന്ന ആരോപണം ആവർത്തിക്കുന്നു. കേസിലെ ഗൂഢാലോചന അന്വേഷണ പരിധിയിൽ ഉണ്ടായില്ല. നീതി അകലെയാണെങ്കിലും നിയമപോരാട്ടം തുടരുമെന്നും കുടുംബം. അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമാകുന്നത് അവർ ഈ പറയുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ പോയിന്റുകൾ അന്വേഷിച്ചിട്ടില്ല. കാര്യക്ഷമമായ അന്വേഷണം തന്നെ വരണം, എങ്കിലേ സത്യം പുറത്തു വരത്തുള്ളൂ. നീതി ഇപ്പോഴും വളരെ അകലെയാണെന്നൊരു തോന്നലാണ് ഞങ്ങൾക്കുള്ളത്. ഒപ്പം നിന്നവർക്ക് നന്ദി എന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ പ്രതികരണം. അന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വേദനയിലും ദുഃഖത്തിലും പങ്കുചേർന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ കേരള ജനത മുഴുവൻ ഞങ്ങളുടെ കൂടെയായിരുന്നു, മനുഷ്യത്വമുള്ളവർ. അവരുടെ എല്ലാം പിന്തുണ എല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു. കണ്ണൂർ കളക്ടറേറ്റിൽ ഔദ്യോഗിക അനുസ്മരണ പരിപാടികൾ ഉണ്ടായില്ലെങ്കിലും NG അസോസിയേഷൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കവാടത്തിൽ BJPയും ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസും പുഷ്പാർച്ചന നടത്തി. 24 കണ്ണൂർ. കാലാവസ്ഥ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് ക്ലാസ് മുറിക്കുള്ളിൽ വിദ്യാർത്ഥിയുടെ പെപ്പർ സ്പ്രേ പ്രയോഗത്തിൽ ശ്വാസം മുട്ടി കുട്ടികളും അധ്യാപകരും. ബാലരാമപുരം പുന്നമൂട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 വിദ്യാർത്ഥികളും ഒരു അധ്യാപികയുമാണ് ചികിത്സയിലുള്ളത്. വിദ്യാർത്ഥി കൗതുകത്തിന് സ്പ്രേ പ്രയോഗിച്ചതാണ് എന്നാണ് പോലീസിന്റെ വിശദീകരണം. +1 സയൻസ് ബാച്ചിലെ വിദ്യാർത്ഥികളിൽ ഒരാളാണ് സഹപാഠികൾക്കും അധ്യാപകർക്കും നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചത്. വഴിയിൽ കിടന്ന പെപ്പർ സ്പ്രേ കൊണ്ടുവന്ന് ക്ലാസ്സിൽ പ്രയോഗിക്കുകയായിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 9 വിദ്യാർത്ഥികളെയും അധ്യാപികയെയും ആദ്യം ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ആസ്മയുടെ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ബാക്കിലിരുന്ന ഒരു കുട്ടി സയൻസ് ബാച്ചിലുള്ളതാണ്. എന്തോ ഒരു സ്പ്രേ പോലത്തെ ഒരു സാധനം അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ചുമയ്ക്കാൻ തുടങ്ങി, പെട്ടെന്ന് ശ്വാസമുട്ടലും അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ടീച്ചേഴ്സ് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നത്. പെപ്പർ സ്പ്രേ കുട്ടിക്ക് വഴിയിൽ നിന്ന് കിട്ടിയത് എങ്ങനെയാണെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എരിവും പുകച്ചിലും ഉണ്ടാക്കുന്ന മുളകിനങ്ങളിൽ നിന്നുള്ള രാസഘടകമാണ് പെപ്പർ സ്പ്രേയിൽ അടങ്ങിയിരിക്കുന്നത്. ക്ലാസ്സിൽ വെച്ച് സ്പ്രേ പ്രയോഗിച്ചപ്പോൾ ഫാൻ ഇട്ടിരുന്നത് കൊണ്ട് മുറിയാകെ പടർന്നെന്നാണ് നിഗമനം. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.